ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് വാഗമണ്ണിലാണ്. വാഗമൺ സൂയിസൈഡ് പോയിന്റിൽ. നേരത്തെ ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻട്രൻസിൻ്റെ അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ചാർജ്. ബൈക്കിന് 10 രൂപയും കാറിനാണെങ്കിൽ 50 രൂപയും ഇവിടെ നൽകണം. മുൻപ് ഇത് സൂയിസൈഡ് പോയിൻ്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് പണം മുടക്കി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടൈല് പാകിയ റോഡിലൂടെ ഇരുവശമുള്ള മൊട്ടക്കുന്നുകളും കണ്ടുള്ള ഈ യാത്ര ഏറെ രസകരമാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വണ്ടി നിർത്തി കാഴ്ചകൾ ആസ്വദിക്കാം. ഇരുന്ന് വിശ്രമിക്കാനാണെങ്കിൽ റോഡിനിരുവശവും ചെറിയ കൂടാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എത്ര സഞ്ചാരികൾ വന്നാലും പാർക്കിങ്ങിനായി ഒരുപാട് സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്ക് താല്പര്യമുള്ളവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടം. നമ്മൾ ആദ്യം ഇതുവഴി എത്തുമ്പോൾ കാണുന്നത് മൊട്ടക്കുന്നിന് താഴെയുള്ള ഈ തടാകമാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ ഏറെ മനോഹരമാണ്. ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോഴാണ് സൂയിസൈഡ് പോയിൻ്റിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഇരുന്ന് വിശ്രമിക്കാൻ ഒരുപാട് കൂടാരങ്ങളും പുൽത്തകടികളും ചെറുതും വലുതുമായ കെട്ടിടങ്ങളും ഇവിടെ നമുക്ക് കാണാം. പാർക്കിങ്ങിനായി ഒരുപാട് സ്ഥലങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് കേരളീയ കലാരൂപങ്ങൾ കൊണ്ട് തീർത്ത ഈ ഒരു സ്റ്റേജ്. കലാപരിപാടികൾ നടത്തുന്നതിനും അവ കണ്ട് ആസ്വദിക്കുന്നതിനും ഒരുപാട് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ആദ്യത്തെ വാച്ച് ടവറിനടുത്തെത്താം. ഇവിടെയും പാർക്കിങ്ങിനായി ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
വാച്ച് ടവറിന് മുകളിലെത്തിയാൽ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ മുഴുവനായുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു വശം മൊട്ടക്കുന്നുകളാണെങ്കിൽ മറുവശം അഗാധമായ കൊക്കയാണ്. ഇവിടെ നിന്നും കുറച്ച് മാറിയാണ് രണ്ടാമത്തെ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. കാൽനടയായോ വാഹനത്തിലോ നമുക്ക് അവിടെ എത്തിച്ചേരാം. രണ്ട് ടവറിൻ്റെ മുകളിൽ നിന്നും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉച്ച സമയത്തും ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും കുറച്ച് മാറിയാണ് പാരാഗ്ലൈഡിംഗ് നടക്കുന്ന സ്ഥലം. ഏകദേശം 20 മിനിറ്റോളം നമുക്ക് പാരാഗ്ലൈഡിംഗ് നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. എന്നാൽ താമസിയാതെ ഇവയെല്ലാം ഓപ്പൺ ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാഗമൺ വരുന്നവർ എന്തായാലും ഇവിടം കൂടി ഒന്ന് കണ്ടിട്ട് മടങ്ങുക. കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് എത്തുന്നതാകും കൂടുതൽ ഉചിതം. ഇളം കാറ്റും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് അടിച്ചു പൊളിക്കാം. ഇവിടേക്ക് എത്തിച്ചേരാൻ വാഗമൺ ടൗണിൽ നിന്നും 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കുട്ടിക്കാനത്തു നിന്നും 18 കിലോമീറ്ററും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കിട്ടുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കുക.